സാർ, ഇന്ത്യക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇന്ത്യ നമ്മുടെ ശത്രു രാജ്യങ്ങൾ ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ചാൽ തിരിച്ച് നമ്മൾ നല്ല കണക്കിന് അടി കൊടുക്കും. പക്ഷെ ആ അടിയിൽ ഒരു ചോദ്യം പോലും മറ്റു രാജ്യങ്ങൾക്ക് ചോദിക്കാനുള്ള ഇട നമ്മൾ ഉണ്ടാക്കില്ല. എന്തിനാണ് നിങ്ങൾ അടിച്ചത്, എന്ത് കാരണത്തിനാണ് അടിച്ചത്, അവരാണ് നിങ്ങൾ അടിച്ചത് എന്നുള്ളതിന് നിങ്ങളിൽ എന്താണ് തെളിവ്, ഇതൊന്നും ചോദിച്ചുകൊണ്ട് ഒരു രാജ്യങ്ങളും വരരുത്. അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരിക്കണം അടി. കാരണം എല്ലാത്തിനുള്ള ഉത്തരം ഇന്ത്യയുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇതാണ് ഇന്ത്യയുടെ നിലപാട് എപ്പോഴും. ഇപ്പോൾ G20 പങ്കെടുക്കാനായി നരേന്ദ്രമോദി സൗത്ത് ആഫ്രിക്കയിലുണ്ട്. ജോഹാൻസ്ബർഗിൽ അദ്ദേഹം G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ അവിടെ ഓസ്ട്രേലിയൻ, ജാപ്പനീസ്, കാനഡിയൻ പ്രധാനമന്ത്രിമാരെയൊക്കെ കണ്ടു. എല്ലാവരും വിചാരിക്കുന്നത് അദ്ദേഹം G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പോയതെന്ന്. പക്ഷെ അങ്ങനെ അല്ല എന്നൊരു വർഷം വരുന്നുണ്ട്. ചില കാര്യങ്ങൾ ചിലരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചന ലോകത്തിന് നൽകാൻ വേണ്ടിയിട്ടുമാണെന്ന്. അതിൽ വാസ്തവമില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം സൂചന നൽകി മോദി തിരിച്ചടി ഉടൻ എന്നുള്ള രീതിയിലേക്ക് ഇപ്പം വരുന്നുണ്ട്. കാരണം തിരിച്ചടിക്കുമെന്ന് എല്ലാവർക്കും അറിയാം, പാകിസ്ഥാനും തീർത്തും അറിയാമായിരുന്നു. എപ്പം എന്നുള്ളതിനെ പറ്റിയുള്ളൂ. അവരന്ന് തൊട്ടേ താറ് കൊടുത്തൊക്കെ നിൽക്കുക, ഒരുങ്ങി. കാരണം വരുന്നങ്ങ് മേടിക്കാമല്ലോ എന്നുള്ള രീതി നിൽക്കുക. പിന്നെ അവരെ കൊണ്ടൊക്കുന്ന പോലെ പാണ്ടിലോറി വരുമ്പോൾ ഈ നമ്മുടെ അല്ല പാണ്ടിലോറി വരുമ്പോഴേ നമ്മൾ കണ്ടില്ലേ ഈ ചൊറിയ മാക്രി റോഡിൽ നടക്ക് വീർപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടെന്നുള്ളത് അവർക്ക് അറിയാം ഈ അടി കിട്ടുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലുണ്ട്. അവിടെ കനേഡിയൻ പ്രധാനമന്ത്രി, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ മറ്റ് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി. അപ്പം ചില ആൾക്കാരുടെയൊക്കെ അദ്ദേഹം ഇതിനകത്ത് അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്, അതിനെ തിരിച്ചടി കൊടുത്തേ മതിയാവത്തുള്ളൂ, അത് രാജ്യത്തിൻ്റെ ഭാഗമാണെന്നുള്ളൊരു സംസാരം വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് താമസം വരുന്നത്, നമ്മൾ നേരത്തെ അടിയൊക്കെ എന്ന് പറഞ്ഞാൽ 10-15 ദിവസമൊക്കെ കഴിഞ്ഞാണ് കൊടുക്കാറുള്ളത്. ആ ശത്രു പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള അടിയാണ്. അതാണല്ലോ നല്ല യുദ്ധതന്ത്രജ്ഞനുള്ള മിടുക്കും. കാരണം അടി ഇന്ന് ഇപ്പം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മെക്കെട്ടിരുന്നിട്ട് നമ്മൾ മുഷിയുന്നൊരു സമയത്ത് അടി കൊടുത്താലേ തയ്യാറെടുപ്പ് കുറഞ്ഞിരിക്കും. ഇത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇവരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അപ്രതീക്ഷിതമായിട്ട് അവരെ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ കൂടിയെല്ലാം അടി കിട്ടും. അത് ലോകത്തിനൊക്കെ അറിയാം. അപ്പോൾ ആ രീതിയിലേക്കാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ അതിന് സൂചന നൽകിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അപ്പം ഇതിൻ്റെ കൂടെ ലോകം ഭയപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട്. ഭയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ, അല്ലെങ്കിൽ ഈ തീരുമാനം എടുത്തതിനും ഈ സൂചന കൊടുത്തതിനും അപ്പുറം ആ സമയത്ത്, അതായത് ഏത് സമയം എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഈ സംഭവിക്കുന്നതിന് താമസം വരുന്നതെന്ന് പറഞ്ഞാൽ തെളിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ പരിശോധനയ്ക്കകത്ത് തുർക്കിക്കകത്തും അല്ലെങ്കിൽ ഈ പാകിസ്ഥാൻ്റെയും മുനീറിൻ്റെയും അതുപോലെ മറ്റ് സിറിയ പോലുള്ള രാജ്യങ്ങളുടെ എല്ലാം പങ്ക് വ്യക്തമായല്ലോ. ഏറ്റവും അവസാനം അഫ്ഗാനിസ്ഥാനിൽ ഇത് നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത് അത് അഫ്ഗാനിസ്ഥാൻ്റെ കുഴപ്പം കൊണ്ടല്ല, അവിടെയും ഇതൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഭീകര സംഘടനകളുടെയൊക്കെ സാന്നിധ്യമുണ്ട്. അപ്പം അതിൻ്റെ എല്ലാം തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായി നമ്മളൊരു രാജ്യത്തിലേക്ക് കടന്നു കയറുമ്പോൾ ആ രാജ്യത്തിലേക്ക് ആരോപിക്കും. ഇസ്രായേലിൻ്റെ കൂട്ട് നടക്കത്തില്ലല്ലോ. ഇസ്രായേൽ ഊഹിച്ചടിച്ചിട്ട് അവൻ്റെ പാട്ട് പോകും, അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളതുപോലെയല്ല. നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോടും ഉപദ്രവിക്കാൻ പോകത്തില്ല, ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറത്തില്ല. പണ്ടും പറയുന്നത്, നമ്മുടെ അതിർത്തി കടന്ന് നമ്മുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കടന്നു വന്നാൽ തിരിച്ചടി കൊടുത്തിരിക്കും ഇന്ത്യ. അങ്ങനെ തിരിച്ചടി കൊടുക്കുന്ന ഏത് രാജ്യത്തിനും സപ്പോർട്ടും കൊടുത്തിരിക്കും. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ കൂടെ നമ്മൾ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? ഇസ്രായേലിൻ്റെ കൂടെ നമ്മൾ, റഷ്യയുടെ കൂടെ നമ്മൾ നിൽക്കുന്നതുകൊണ്ട് റഷ്യയുടെ പരമാധികാരത്തെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിലാണ് ഈ പറയുന്ന മറ്റ് ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമുണ്ടല്ലോ, സെലൻസ്കിയുടെ രാജ്യം. കാരണം അവിടെ നാറ്റോ രാജ്യം വന്ന് അവിടെ വീണ് കഴിഞ്ഞാൽ റഷ്യയുടെ പിന്നെ റഷ്യക്ക് ബോർഡർ ഇല്ലല്ലോ. അപ്പോൾ റഷ്യയുടെ ഏത് സമയം ആക്രമിക്കാൻ സാധിക്കും അമേരിക്കയും യൂറോപ്യൻ കൺട്രീസും. അപ്പോൾ റഷ്യയുടെ കാര്യം നോക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതും അതുപോലെയാണ്. നമ്മളിലേക്ക് കടന്നു കയറിയിട്ടുണ്ടോ എന്ന് നമുക്ക് പലരെയും ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞാൽ അവിടെ ചെന്ന് പറഞ്ഞത് നമ്മുടെ ഈ പറയുന്ന പോലെ അജിത് ഡോവലും അല്ലെങ്കിൽ ജയശങ്കറും ഒക്കെ ഈ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി പല രാജ്യങ്ങളും സന്ദർശിച്ചു കഴിഞ്ഞു, പലരുമായിട്ട് ആശയവിനിമയം നടത്തി കഴിഞ്ഞു. പണ്ടായിരുന്നു ഈ പറഞ്ഞത് പോലെ അജിത് ഡോവൽ റഷ്യയിലേക്കൊന്ന് പോയാൽ പണ്ട് രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു വിദേശകാര്യമന്ത്രിയോ അല്ലെങ്കിൽ ഉപദേഷ്ടാവോ ഒക്കെ അവിടെ ഇവിടെയും പോയി വലിയ വാർത്തയാണ്. ഇപ്പോൾ രാവിലെ വീട്ടുകാർ പോകുന്നുണ്ട്. ഇദ്ദേഹം പുടിൻ ഇവിടെ വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച അജിത് ഡോവലും ജയശങ്കറും അവിടെ പോയി.
സ്ഥിരം പോകുന്നുണ്ട്. കാരണം നിരന്തരം ചർച്ച അവരുമായിട്ട് എന്നും ബന്ധമാണ്. ഇത് വല്ലപ്പോഴും പണ്ടൊക്കെ മോദിക്ക് 2014 മുമ്പ് ഈ വക രാജ്യങ്ങൾ അമേരിക്കയിലൊന്ന് പോകണമെങ്കിൽ ഞങ്ങളൊന്ന് വന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ 16 വട്ടം ചോദിക്കുമ്പോൾ കൊല്ലത്ത് 2 വട്ടം ആയിരിക്കും കിട്ടുന്നത്. അവിടെ ചെന്നിട്ട് എവിടെയെങ്കിലും നിന്ന് തൊഴുതിട്ട് പോരും. ദൂരെ നിന്നില്ല ശബരിമല നമ്മൾ ഭഗവാനെ തൊഴുന്ന പോലെ തൊഴുതിട്ട് പോരത്തേ ഉള്ളായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. ഇപ്പോൾ അതൊന്നുമല്ല, പുടിന് ഏത് സമയത്തും ചെല്ലാം. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സമയമില്ല, അപ്പോൾ ഇതുപോലെ ചെല്ലും, ജയശങ്കറിലും ഇവരുമായിട്ടൊക്കെ എന്നും സംസാരമാണ്. ലോകരാജ്യങ്ങളുമായിട്ട് എന്നും സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യ മഹാരാജ്യമായിട്ട്. കാരണം ഇന്ത്യ മഹാരാജ്യത്തെ അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു വാർത്തയാവുന്നില്ലെന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ കാര്യം സംസാരിക്കാൻ തന്നെ പറഞ്ഞില്ലേ, എല്ലാവരുമായിട്ടും കൺവിൻസ് ചെയ്യിച്ചിട്ട് എന്തുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി വ്യക്തത വരുത്തി അടിക്കത്തുള്ളൂ. കാരണം ആരും ഇടപെടത്തില്ല. പിന്നെ ആരെ ഇടപെടുത്താൻ താല്പര്യമില്ല. നേരത്തെ ഇതുപോലെ പലരും ഇടപെടാമെന്ന് പറഞ്ഞല്ലോ. സിന്ധുവിൻ്റെ സമയത്ത് ആരും വേണ്ട, ഞങ്ങൾക്കറിയാം. അതിൻ്റെ അർത്ഥം എന്ന് പറയും, ഞങ്ങൾക്കറിയാം ഒരുത്തൻ്റെ സപ്പോർട്ട് വേണ്ട, ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും. അത് ഒറ്റയ്ക്ക് അടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒരുപക്ഷെ നമ്മൾ നിരന്തരമായിട്ട് ഏറ്റവും കൂടുതൽ ആയിരക്കരാറും പ്രതിരോധക്കരാറുള്ള റഷ്യയുടെ സഹായം അത് പണ്ടുതൊട്ടേ ഉണ്ട്. ഇല്ലായ്മയുടെ കാലത്തും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഇസ്രായേലും ചിലപ്പോൾ നമ്മളെ ഒന്ന് സഹായിച്ചെന്നിരിക്കും. വേറെ ആരും നിന്നിറക്കുകയും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ല ആരുടെയും സഹായം വേണ്ടെന്ന്. ആരുടെയും സഹായം ഞാൻ വേണ്ട, ഞങ്ങൾ തിരിച്ചടിക്കുക. അതിൻ്റെ അർത്ഥം എന്തുകൊണ്ട്? ഇന്ത്യക്ക് അത്ര കരുത്തുണ്ട്, അതൊരു മെസ്സേജാണ്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ പറയും ആരുടെയും സഹായമൊന്നും ആരുടെയും വേണ്ട, ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറയാൻ കാര്യം ഇന്നതിൻ്റെ കാരണം കൊണ്ടാണ് തിരിച്ചടിക്കുന്നത്. തിരിച്ചടിക്കുമ്പോൾ എന്നും പറഞ്ഞിട്ട് അവിടെ എവിടെ നിന്ന് ചൊറിഞ്ഞിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നിന്നാൽ അവർക്കും അതിൻ്റെ കൂലി ഉണ്ടാവും. അതിനൊന്നും നിൽക്കണ്ട. കാരണമില്ലാതല്ല, കാരണമുണ്ടായിട്ടാണ് ഞങ്ങൾ തിരിച്ചടിക്കുന്നത്. ഇന്നതിൻ്റെ കാരണങ്ങൾ കൊണ്ടാണ്. അതാണിപ്പം മോദി ചെയ്യുന്നുണ്ട്. ഇപ്പം മോദി ഇതിനകത്ത് ചില സൂചനകൾ, അല്ലെങ്കിൽ മോദിയെ നേരിട്ട് കണ്ടപ്പോൾ ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മോദി വലിയ ബുദ്ധിമാനാണല്ലോ, മോദി അല്ല ഒന്നും പറയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം എത്ര വട്ടം പറയായിരുന്നു. ഈ ഡൽഹി സ്ഫോടനത്തിന് ശേഷം മോദി പറഞ്ഞു ഗൂഢാലോചനക്കാരനെയും അടിച്ചവനെയും അടിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് നിർത്തിയല്ലോ. ഭീകരവാദമാണെന്നോ പാകിസ്ഥാൻ ഉണ്ടെന്നോ തുർക്കി ഉണ്ടെന്നോ അല്ലെങ്കിൽ വേറെ ചില രാജ്യങ്ങളുണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഭീകരവാദമാണെന്ന് പോലും പറഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് എന്തിനാ ഒത്തിരി കാര്യം പറയുന്നത്? നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇതുപോലെ നമ്മുടെ പഹൽഗാമിന് ശേഷം സിന്ധുവിൻ്റെ അടിക്ക് ശേഷം മോദി പറഞ്ഞ ഇത് തൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തലാണ്. ഇനി ഇത് ആവർത്തിച്ചാൽ തിരിച്ചടി ഭൂപടത്തിൽ നിങ്ങൾ ഇല്ലാത്ത രീതിയിലേക്കുള്ള തിരിച്ചടി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി രാവിലെ വൈകിട്ട് ഉച്ചയ്ക്കും അവിടെ ഇരിക്കുന്ന പ്രതിരോധ മന്ത്രി ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ താറെടുത്തു, ഞങ്ങളിപ്പോൾ കാച്ചു എന്നൊന്നും പറയേണ്ട കാര്യമല്ലോ. ഒറ്റവട്ടം പറയത്തുള്ളൂ. ഒരു തടവ് തന്നെ 100 തടവ് സ്വന്തമാതിരിയാ മോദി. മനസ്സിലായി? അപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്ക. കഴിഞ്ഞ ദിവസം കരസേന മേധാവി പറഞ്ഞു സിനിമ വരുന്നതേ ഉള്ളൂ, ട്രെയിലറാണ് ഓടിയത്. അത് കേട്ടപ്പോഴായി എന്തോ അലോന്റെ പേര് കാജ വീഡിയോ. ഏറ്റവും ഇഷ്ടമുള്ള പ്രതിരോധ മന്ത്രി കോജ ആസിഫ് പറഞ്ഞു ഞങ്ങൾ തയ്യാറാ, പക്ഷേ തിരിച്ചടി നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായിരിക്കത്തില്ല. പതുക്കെ അപ്പൊ ഇവന് വേറെ കണ്ട് ഇയാൾക്ക് പേടിയുണ്ട്. നിസ്സാരം ഇവൻ പൊട്ടനാ, ഇന്റർനാഷണൽ പൊട്ടനാ. മറുപടി പറയും, പുള്ളി പറയുകയും ചെയ്യും. അപ്പം ഇയാൾക്കറിയാം എനിക്ക് എങ്ങോട്ടും പോകാനൊക്കത്തില്ല. അവസാനം വരെ ഞാനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയൊക്കെ കാണത്തുള്ളൂ. മുനീർ ഇപ്പോഴേ ബങ്കറിൽ കയറി. ബാക്കി നേരത്തെ ഇരുന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരും അവനും ഒക്കെ, കാരണം ഈ രാജ്യത്തെ പറ്റിച്ച് സൈന്യത്തെ പറ്റിച്ച് കാശുണ്ടാക്കി അവനും അവൻ്റെ പെണ്ണുമ്പിള്ള എല്ലാം പോയി. ഞാൻ ഇവിടെ കാണും, ആടിയെല്ലാം മേടിച്ചു കൂട്ടും. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പറഞ്ഞതുപോലെ നമുക്ക് ഇവർക്കറിയാമല്ലോ, നമ്മളൊരു വെർമോസ് കൊണ്ട് നമ്മൾ പേടിപ്പിച്ചതാണ്. സൈനിക താവളത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് അടിച്ചു. അതിൻ്റെ എപ്പോഴും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അവിടുന്ന് 19 കിലോമീറ്ററാണ്. അവർ ഓടി ബങ്കറിൽ കയറി. ഒരു പ്രധാനമന്ത്രി ഓടി ബങ്കറിൽ കയറുക. കഴിഞ്ഞ പ്രാവശ്യം 4 ദിവസത്തെ യുദ്ധത്തിനകത്ത് സംഭവിച്ച കാര്യങ്ങളാണ് അറിയോ. ഈ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ബങ്കറിൽ പോയി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എങ്ങനെ ബങ്കറിൽ പോയതുപോലെ ബാധിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ഏതാണ്ട് 72 മണിക്കൂർ കൊണ്ട് യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞ് കാലേ പിടിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ, അമേരിക്ക അവിടെ പറന്നിറങ്ങി, ഈജിപ്തിൽ നിന്ന് വിമാനം വന്നു. കാരണം അവിടെയൊക്കെ ചില സാധനങ്ങൾ ഇട്ടിരിപ്പുണ്ട്. ഇതെല്ലാം നമ്മൾ ഇളക്കി, മൊത്തം ഇളക്കി. ഏതൊക്കെയുള്ള അവിടെ പമ്മിയിരുന്നവനെ എല്ലാം ഇളക്കി. അമേരിക്ക ഇളകി, ഈജിപ്തിൽ നിന്ന് ആണവ നില ഇളകി, ഈ കിരാന ഹിൽസ് ഇളകി, എല്ലാം ഇളകി. അപ്പം ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ലോകം ഉറ്റുനോക്കും ഇതെങ്ങനെയായിരിക്കും അടുത്ത തിരിച്ചടി. ലോകത്തിന് എല്ലാവർക്കും അറിയാം, എല്ലാ രഹസ്യാന്വേഷണ വിഭാഗത്തിനും അല്ലെങ്കിൽ ലോകത്തിലെല്ലാം അറിയാം ഇന്ത്യ തിരിച്ചടിക്കും. എപ്പോഴടിക്കും, എങ്ങനെ അടിക്കും, ഏത് രീതിയിൽ അടിക്കും, അത് കണ്ടതിന് ശേഷം യുദ്ധ വിദഗ്ധർക്ക് വിശകലനം ചെയ്യാനും മറ്റു ചില കാര്യങ്ങൾ മോദി നോക്കുന്നത് ഇതിന് ശേഷമുള്ള കച്ചവടം എങ്ങനെയാലും ദുബായിൽ അട്ടിമറിയാണെങ്കിൽ അതും കൂടെ ചേർത്തായിരിക്കും. മോദി വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ പ്രാവശ്യത്തിന് ശേഷം വലിയ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യ നമ്പർ 1 ആയി. നമ്മുടെ ആയുധങ്ങൾക്കൊക്കെ വലിയ നേട്ടമായി. അതിനുശേഷം വലിയ ഡെവലപ്മെൻറ്റ്സിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇസ്രായേൽ വന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാം ഇവിടെ വെച്ച് നിർമ്മിക്കണേ, നമുക്ക് ഒന്നിച്ച് കച്ചവടം. റഷ്യ ഇപ്പം ഇതിനും കൂടെ വരുന്നത്, പുടിൻ വരുന്നത് പ്രതിരോധ
57 ഇവിടെ തന്നേക്കാം, സോഴ്സ് കോഡും തന്നേക്കാം, മൊത്തം തന്നേക്കാം, ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇവിടുത്തെ വെച്ചിട്ട് ഈ ഒരു കമ്മീഷൻ പറഞ്ഞ് ഈ കമ്മീഷൻ്റെ കാര്യം ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം ജയശങ്കറും ഈ അജിത് ഡോവലും ഒക്കെ പോയെന്ന് പറയുന്നു. അപ്പോൾ അതേ രീതിയിൽ കാര്യങ്ങൾ നീങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു അടുത്ത ഒരു അടി ഈ നമ്മൾ പറയത്തില്ല, ഈ സാമാനം പരസ്യത്തിന്റെ കൂടെ കാര്യമാണ് യുദ്ധം. നേരത്തെ കൂടെ വലിയൊരു പരസ്യ, അമേരിക്കയെ പോലെ അല്ല, വലിയൊരു പരസ്യ ചിത്രമായിട്ടാണ് മോഡി അത് അവനെ തീർക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു പ്രയോജനമുള്ള കാര്യം കൂടെ ആയി പോകട്ടെ എന്നുള്ള രീതിയിലൊക്കെയുള്ള നീക്കമാണ് മോദി നടത്തുന്നത്. അതിനാണ് മോദി താമസിക്കുന്നത്, തയ്യാറാവുന്നത്. ആര് ചോദിച്ചാലും അർഹമായ അടിയാണെന്ന് വ്യക്തത വരുത്തി പറയുന്നതിന് വേണ്ടിയാണ്. ഇപ്പം G20 ഉച്ചകോടിയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ ഈ കാര്യം ലോകത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് ആരും അറിയുന്നില്ല എന്നുള്ള ആശയമില്ല. വേണ്ടപ്പെട്ടവരെ എന്തിന് തിരിച്ചടിക്കുന്നു, എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നു, അതിൻ്റെ കാരണം അല്ലെങ്കിൽ വ്യക്തത വരുത്തി പറയുന്നു എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.